മഹീന്ദ്ര ജീപ്പ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച ഇതല്ല, മറ്റേ ക്ലാസിക് ജീപ്പ്, വില്ലീസ് ക്ലാസിക് 1993-94 പീരീഡിലാണ് പഠിച്ചത്. പക്ഷേ അത് പഠിക്കുമ്പോൾ ആ ജീപ്പ് പഴയതാണ്. എനിക്ക് തോന്നുന്നു 10 വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാകുന്നത്. ഒരു 80s ജീപ്പ് പോലായിരിക്കും, 70s 80s ജീപ്പായിരിക്കാം ഞാൻ പഠിച്ച ജീപ്പ്. ഇവിടെ പുതിയ ബേക്കറി ഒക്കെ വന്നു, ജോയ്സ് ബേക്ക് ഹൗസ്. അത് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്ത് എല്ലാ കൊല്ലവും അറ്റ്ലീസ്റ്റ് ഓരോ ദിവസം ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഇവർ തുടങ്ങുന്നുണ്ട്, അടയ്ക്കുന്നുണ്ട്. 2000 റെസ്റ്റോറൻറ്റെങ്കിലും എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കാണും, അതിൽ കൂടുതൽ കാണുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റോ കഫേയോ ഒരു ദിവസം ഒന്നെങ്കിൽ ഓപ്പണിങ്ങോ ക്ലോസിങ്ങോ ഉണ്ടാവും എറണാകുളം ഡിസ്ട്രിക്റ്റിൽ. ക്ലോസിങ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദ്ദേശിച്ച, ഇപ്പോൾ നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജസ് ഇഷ്ടം പോലെ ഇല്ലേ, ഏതിൽ നല്ല കുറേ എഞ്ചിനീയറിംഗ് കോളേജിലാണ് എല്ലാ ബ്രാഞ്ചിലും എല്ലാ കുട്ടികളും അഡ്മിറ്റ് ആവുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ചില കോളേജുകളിൽ വളരെ കുറവായിരിക്കും അഡ്മിഷൻ. അപ്പോൾ ഒരു 150 കോളേജ് കേരളത്തിലുണ്ടെങ്കിൽ ഒരു 75% കോളേജ്, 50% കോളേജുകൾക്കും ഫുൾ സീറ്റ് ഫില്ല് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ നോക്കും. അതുപോലെ തന്നെയാണ് ഹോട്ടലിൻ്റെ ഇതും. ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോട്ടൽസ് മാത്രമാണ് ലോങ് ടൈമിൽ നിൽക്കുകയുള്ളൂ. അല്ലാത്ത കുറച്ച് കഴിയുമ്പോൾ ആളുകൾ വരാതാവും. മെയിനായിട്ട് പീപ്പിൾ ആളുകൾ വിസിറ്റ് ചെയ്താൽ ഇതൊക്കെ സർവേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ചില വണ്ടിയുടെ ഇതിൽ ചുമ്മാ റോങ് സൈഡിലേക്ക് കയറി തന്നെ. ഇപ്പം ആ പിക്കപ്പ് കണ്ടില്ല, അവൻ ചുമ്മാ റോങ് സൈഡിലേക്ക് കയറിയിരിക്കുന്നു. അവിടെ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് റോഡിൽ. ലൈനിനുള്ളിൽ ഓടിക്കാൻ അറിയാൻ പാടില്ല മിക്ക ആളുകൾക്ക്. ഒന്നാമത്തെ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. സ്വന്തമായിട്ട് അപ്പനും അമ്മയും അല്ലെങ്കിൽ ചേട്ടന്മാരും അനിയന്മാരോ കൊച്ചപ്പന്മാരാരെങ്കിലുമൊക്കെ പഠിപ്പിച്ചവർ വൃത്തിയായിട്ട് ഓടിക്കില്ല റോഡിൽ. ഞാൻ മനസ്സിലാക്കിയത്തോളം ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാത്തവരൊന്നും പ്രോപ്പറായിട്ട് വണ്ടി റോട്ടിൽ കൂടെ ഓടിക്കുക അങ്ങനെ പറ്റില്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിപ്പിച്ചാലാണ് കറക്റ്റ് അതിൻ്റെ പ്രൊസീജിയർ അവർ പഠിപ്പിച്ച് തരുള്ളൂ. അതായത് എങ്ങനെയാണ് വണ്ടി, ഒരിക്കലും വണ്ടിയുടെ സെൻറ്ററിൽ വിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. അത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പറയും. അവർ ഓടിക്കുമ്പോഴൊരു ചീത്ത പറയും. നമ്മൾ റോഡ് സെൻറ്റർ വിട്ട് നമ്മൾ ഒരു സെൻട്രൽ ലൈൻ ഉണ്ട്. പണ്ടത്തെ കാലത്ത് ഞാൻ പഠിക്കുന്ന സെൻട്രൽ ലൈനില്ല. പക്ഷെ അവർ പറയും ഇമാജിൻ ചെയ്യണം, സെൻറ്ററിൽ ലൈൻ ഉണ്ട്, ആ ലൈനിൻ്റെ ഇപ്പറേ വണ്ടി നിൽക്കാൻ പോകുള്ളൂ. അങ്ങോട്ട് ഇച്ചിരി നീങ്ങി കഴിഞ്ഞാൽ അവരപ്പം ചീത്ത പറയും. അപ്പുറത്തെ ലൈനിൽ കയറണോ, അവിടെ എതിരെ വണ്ടിക്ക് വരാനുള്ളതെന്ന് പറഞ്ഞ് ചീത്ത പറയും അവർ ഇപ്പോഴും ആ സെൻട്രൽ ലൈനിൽ കീപ്പ്. അങ്ങനെ നമ്മൾ 45 മണിക്കൂർ ഇവരുടെ കൂടെ പഠിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റിന് പോകണത്. അപ്പോൾ അങ്ങനെയുള്ളവർ മര്യാദയ്ക്ക് ഓടിക്കും. ഈ സ്വന്തമായിട്ട് അപ്പനും അമ്മയും ചേട്ടന്മാരും അനിയന്മാരെയൊക്കെ പഠിപ്പിച്ച് പിന്നെ ഒരുത്തനും വൃത്തിയായിട്ട് വണ്ടി ഓടിക്കില്ല. അവൻ റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഓടിക്കും.